നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ടാരിഫ് യുദ്ധം ആഗോള വിപണിയെ പിടിച്ചു കുലുക്കുകയാണ്. അതിന്റെ പ്രകമ്പനങ്ങൾ ലോകമെങ്ങുമുള്ള വ്യവസായ സ്ഥാപനങ്ങളിലും ഓഹരി വിപണികളിലും പടരുന്നു. ഏറ്റവും ഒടുവിൽ അത് US ചൈന വ്യാപാര യുദ്ധത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. സമവായത്തിന്റെ വാതിൽ തുറക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകുമോ? അതോ ലോകത്തിനാകെ നാശം വിതച്ച് വലിയ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങുമോ? കാത്തിരിക്കാം. ഗസയിൽ ലോകത്തിന്റെ എല്ലാ പ്രതിഷേധങ്ങളെയും അവഗണിച്ച് ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ്. ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് മെറിൻ ലെ പെന്നിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. തീരുവകൾ കൂട്ടി ലോക സാമ്പത്തിക രംഗത്തെ വെല്ലുവിളിച്ച ട്രംപിന് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ട്രംപിന്റെ തീരുമാനം അപ്രതീക്ഷിത അടി നൽകിയത് US ട്രഷറി ബോണ്ടുകളുടെ കാര്യത്തിലാണ്. US ട്രഷറി ബോണ്ടുകളുടെ വിലയിടിഞ്ഞത് ട്രംപിനെ മാറ്റി ചിന്തിപ്പിച്ചു. അതോടെ തീരുവകൾ മരവിപ്പിക്കാൻ ട്രംപ് നിർബന്ധിതനായി. രാജ്യങ്ങൾ സമവായ നീക്കവുമായി വരും എന്ന പ്രതീക്ഷ ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ ചൈന ശക്തമായി തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അതോടെ ചൈനയ്ക്കെതിരെ വായിൽ കൊള്ളാത്ത നികുതി ചുമത്തി ട്രംപിന് വഴങ്ങില്ല എന്ന് ചൈന തുറന്നു പറഞ്ഞു. ഭീഷണികളും ബ്ലാക്ക്മെയിലും ചൈനയെ നേരിടാനുള്ള ശക്തമായ മാർഗമല്ല എന്നായിരുന്നു മുന്നറിയിപ്പ്. അതോടെ ചൈനയുമായുള്ള കരാർ ഇപ്പോഴും സാധ്യമാണെന്ന് പറഞ്ഞ് ട്രംപ് കളമൊന്ന് മാറ്റി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് മിടുക്കനാണ് എന്നും നല്ലൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ചൈനയും അമേരിക്കയും സമവായത്തിലെത്തിയാൽ അത് ലോകത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ലോകമാകെ ഇളകിമറിയുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് വരും ദിനങ്ങൾ എത്തും. അമേരിക്കയുടെ സൈനിക പിന്തുണയുടെയും ലോകരാജ്യങ്ങളുടെ മൗനത്തിൻ്റെയും ബലത്തിൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യ തുടരുകയാണ്. ഓരോ 24 മണിക്കൂറിലും ചുരുങ്ങിയത് 50 പേരെങ്കിലും കൊല്ലപ്പെടുന്നു. ആകെ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 60,000 തൊട്ടു. ഒരു മാസത്തിനിടെ മാത്രം 1500 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. യുദ്ധത്തിൽ കുറേ അന്താരാഷ്ട്ര മര്യാദകളുണ്ട്. സാധാരണക്കാരെ കൊല്ലരുത്, വെള്ളവും ഭക്ഷണവും ആശുപത്രിയും തടയരുത്, ഇങ്ങനെ പലതും. പക്ഷേ ഇസ്രായേലിന് അതൊന്നും ബാധകമല്ല. UN-ന്റെ ശബ്ദം വളരെ ദുർബലമായിരിക്കുന്നു. വെള്ളം കിട്ടാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ നിസ്സംഗതയുടെ ചിത്രമാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താൽപ്പര്യമേയില്ല. ഇറാനെതിരെ അമേരിക്കയെ കൂടി കളത്തിലിറക്കാനാണ് നെതന്യാഹുവിൻ്റെ നീക്കം. നേരിട്ട് US-ലെത്തി നെതന്യാഹു ഇക്കാര്യം ട്രംപുമായി ചർച്ച നടത്തി. ചർച്ചയുടെ വഴി തെരഞ്ഞെടുക്കാനാണ് ട്രംപ് നിർദ്ദേശിക്കുന്നത്. ചർച്ച പരാജയപ്പെട്ട് യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അത് ഇസ്രായേൽ നയിക്കുമെന്നും ട്രംപ് പറയുന്നു. ലോകരാജ്യങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴും ലോകവേദികളിൽ ഫലസ്തീനു വേണ്ടി ശബ്ദം ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമായിരുന്നു കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റിൻ്റെ 50ാം വാർഷികാഘോഷത്തിനിടെ നടന്ന വലിയ പ്രതിഷേധം. മൈക്രോസോഫ്റ്റ് ജീവനക്കാരായ ഇബ്തിഹാൽ അബൂസാദും വാനിയ അഗർവാളുമാണ് ബിൽഗേറ്റ്സും ബാൽമറും നിലവിലെ CEO സത്യനാദല്ലയും ഇരിക്കുന്ന വേദിയിൽ ശബ്ദിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന് ഇന്റലിജൻസ് സാങ്കേതികവിദ്യ നൽകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. ഫ്രാൻസിൽ കഴിഞ്ഞ 3 തവണ പ്രസിഡന്റ് പദത്തിന്റെ വക്കിലെത്തിയ തീവ്ര വലതുപക്ഷ നേതാവ് മെറിൻ ലെ പെൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും അങ്ങനെ ആദ്യത്തെ ഫ്രഞ്ച് വനിതാ പ്രസിഡന്റാവുകയും ചെയ്യും എന്നായിരുന്നു യൂറോപ്പിന്റെ ചർച്ച. വലിയ ആശങ്ക ഫ്രാൻസിലും പുറത്തും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ തൽക്കാലം അത് നടക്കില്ല. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലെ പെന്നിന് മത്സരിക്കാൻ കഴിയില്ല. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി 4 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലെ. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.